இறக்கத்துல தள்ள இடம் காட்டி படம் காட்டி என்ன அறக்க பறக்க வந்து கொள்ள படுகாட்டி மணங்காட்டி பாய் பொழைக்க பொழைக்க முத்த பைய படுகாட்டி பயன்காட்டி நெஞ்சு எனக்கு எனக்கு தப்பு செய்ய நான் சின்ன பையன் நீ கண்ண பையன் நான் சொன்ன செய்ய வாய் வாழ வாய். ഇതെന്നാടാ ബാഹുബലി പാർട്ട് 2 ഇവര് ട്വിൻസ് ആണോ? ആരും പറഞ്ഞില്ല, നമ്മളാരും അറിഞ്ഞില്ല. വിക്കിച്ചന്റെ മുത്തിങ് വന്നേ ചോദിക്കട്ടെ. എടാ ചിമ്മി, ഒന്ന് പറഞ്ഞു തരാവോ ഇതെന്നാ സംഭവം? ഇവിടെ വന്നപ്പോ തൊട്ട് മൊത്തം സസ്പെൻസ് ത്രില്ലറാണ്. അതൊക്കെ മക്കൾക്ക് വഴിയെ മനസ്സിലായിക്കോളൂ. ഇപ്പൊ ഇത്ര അറിഞ്ഞാ മതി. എനിക്ക് 2 അനിയന്മാരുണ്ട്. അവരെ ഇരട്ടകളായി പോയത് എന്റെ തെറ്റാണോ? ഒന്നിവനും ഒന്നിലവനും. മനസ്സിലായോ? ഏകദേശം എന്നാ അത്ര അറിഞ്ഞാ മതി. ഓ, എക്സ്ക്യൂസ് മീ. എന്താണോ ഇങ്ങനെ നോക്കുന്നത്? ഈ ഫേസ് കട്ട് ആദ്യമായിട്ടാണോ കാണുന്നത്? താൻ ജെ.കെ. ജോൺ ചുങ്കു ശരിയല്ലേ? ഒരു ദിവസം എത്ര പഫ് എടുക്കും? തോന്നണ അത്ര എടുക്കും. ഓ, അപ്പം ഗ്യാരണ്ടി ഇല്ലാത്ത ഐറ്റം ആണല്ലേ? പിന്നെ എന്നാ വന്നേ? 2 ദിവസമായി. ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ, തനിക്ക് വീക്കുട്ടിനെ ഇഷ്ടമായിരുന്നല്ലേ? ഐ മീൻ ലവ്. ഞാനെങ്ങനെ അറിഞ്ഞു എന്നാണോ? അവന്റെ ലൈഫിലെ ഒരു ചെറിയ കാര്യം പോലും എൻ്റെ അടുത്ത് പറയാറുണ്ട്. അങ്ങനെ അറിഞ്ഞതാ. പക്ഷേ താൻ വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റായി പോയല്ലോടോ. ഇറ്റ്സ് ഓക്കെ, വേണമെങ്കിൽ ഞാനൊരു കൈ നോക്കാം. ഞാൻ ശരിക്കും പറഞ്ഞതാടോ, ഞാൻ സിംഗിളാ. ഒന്നുമില്ലേലും ഞങ്ങൾക്കൊരു മുഖച്ഛായ തന്നെയല്ലേ, പിന്നെ എന്താ പ്രശ്നം? ബോഡിയാണോ?
അതിലൊക്കെ ഇപ്പൊ എന്തിരിക്കുന്നു? താൻ ഓക്കെയാണോ? അല്ല, അതെന്നെ പറച്ചിലാടോ. എനിക്കെന്നെ ഒരു കുറവ്. അവനെ പോലെയല്ലേ ഞാനും. കാണാൻ ഒരുപോലെ ആയിട്ട് എന്നാ കാര്യം? അതിൽ കാര്യമൊന്നുമില്ലേ? ഇല്ല. നിങ്ങൾ രണ്ടും ഒരേപോലെയാണെങ്കിലും ഒരുപാട് വ്യത്യാസമുണ്ട് പല കാര്യങ്ങളിലും. ഞാനൊന്ന് അടുത്തേക്ക് ചെന്നാൽ താൻ ഒരു പക്ഷെ ബോൾഡായിട്ട് എൻ്റെ മുമ്പിൽ നിൽക്കും. എന്നാൽ അവനങ്ങനെയല്ല. അവൻ്റെ ഹാർട്ട് ബീറ്റ് അതെനിക്കറിയാൻ പറ്റും. പിന്നെ അവൻ്റെ മുഖം പെട്ടെന്ന് ബ്ലഷാവും. അവൻ്റെ കണ്ണുകൾക്ക് എന്തോ എന്നോട് പറയാനുള്ളതുപോലെ തോന്നും. പക്ഷേ ഈ ഫീലിങ്സ് ഒന്നും എനിക്ക് തൻ്റെ അടുത്തുനിന്ന് കിട്ടില്ല. ഒരുപോലെ വീട് പണിതാലും അതിലൂടെ കാണുന്ന കാഴ്ചകൾ അത് വ്യത്യസ്തമാണ്. മോനെ വീക്കുട്ട, നീ നല്ല ഒരു ഐറ്റത്തെ മിസ്സാക്കി കളഞ്ഞല്ലോ. സാരമില്ല, ടൈമുണ്ടല്ലോ, സെറ്റാക്കാം. എടാ ചിമ്മി, എന്താടാ ഇതിനകത്ത് തന്നെ ഇരുന്ന് മടുത്തില്ലേടാ? നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങിട്ട് വന്നാലാ? പൊന്നു കോപിച്ച, നിങ്ങൾക്കേലും ഇതിപ്പോ പറയാൻ തോന്നിയല്ലോ. ഞാനിത് പറയാൻ തുടങ്ങിയിട്ട് കുറേയായി. ഇങ്ങേർക്ക് സമയമില്ലല്ലോ. ഓഫീസിലെ തിരക്ക് കാരണം പുറത്തു പോയിട്ട് അകത്ത് പോലും കറങ്ങാൻ നേരമില്ല. ഓഹോ, അപ്പൊ നീ എന്റെ കൊച്ചിനെ എവിടെയും കൊണ്ടുപോകാണ്ട് ഇവിടെ പൂട്ടി വെച്ചേക്കുവാല്ലേ? എനിക്കടാ, ഇന്ന് നമ്മൾ ബീച്ചിലൊക്കെ പോയി കറങ്ങി പൊളിക്കും. എല്ലാരും പോയി വേഗം റെഡി ആയിക്കോ. നോക്കണേ എന്നാ, പോടാ, പോയി റെഡിയാവടാ. പപ്പയുടെ പൊന്ന് നോക്കി അതെന്നാന്ന്. ഹോ, ഇങ്ങനെ അടിച്ചു പൊളിച്ച കാലം മറന്നു. വാടാ. ഞാനൊന്നുമില്ല. എന്താടാ? ലൈഫിൽ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അത് കളഞ്ഞാ പിന്നെ ഇങ്ങനെ കിട്ടണമെന്നില്ല. നീ ഇങ്ങ് വാ, നമുക്ക് പൊളിക്കാം. നീ വാടി. ഞാനൊന്നുമില്ല, എന്റെ ഡ്രസ്സൊക്കെ നനയും. ഓ, ഇവള്. ഹലോ. എന്താ? തന്നെയുള്ളൂ? വേണേ ഞാൻ കമ്പനി തരാം. വേണമെന്നില്ല. ശേ, അങ്ങനെ പറയല്ലേ. ഇന്ന് വാന്നേ. ഡാ, എന്താടാ? അങ്ങോട്ട് മാറി നിക്കട ചക്ക. കൂടുതൽ കളിക്കാൻ നിക്കല്ലേ. മക്കള് ചെല്ലാൻ നോക്ക്. ഇല്ലെങ്കിൽ മോൻ എന്ത് ചെയ്യും? പറയടാ, നീ എന്നാ ചെയ്യും? ഇച്ചായ, Yo, honey singer on the roof. ഡാ, Top tucker, sharp looker, stunt knacker, spark flicker, bold shutter, old outer, risk number radar, yaar. Madaganuya.
പോകനുയാ മടങ്ങനുയാ ടോപ്പ് ടക്കർ ഷാർപ്പ് ലുക്ക് സ്റ്റണ്ട് നക്കർ സ്പാർക്ക് മക്കള് കളിക്കുമ്പോ തരത്തി പോയി കളിക്കുക കേട്ടോ. ഇത് ആൾക്കാര് വേറെയാ. ഞങ്ങൾ അറിഞ്ഞൊന്ന് പെരുമാറിയാ മോനത് താങ്ങുകയില്ല. എണീറ്റ് പോയി വേറെ പണിയുണ്ടോ നോക്കടാ. വാ നമുക്ക് പോവാം. എത്തിയോ? ഞാനോർത്ത് ഇപ്പോഴൊന്നും വരില്ലാന്ന്. എന്താ എല്ലാത്തിന്റെ മുഖത്തൊരു പവർ കട്ട്? എന്നാ പറ്റി? എന്നിട്ട് നിങ്ങളാരൊന്നും ചെയ്തില്ലേ? ആവശ്യത്തിനുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്നാ, എല്ലായിടത്തും കാണുമല്ലോ ഇങ്ങനെ കുറെ എണ്ണങ്ങൾ. അതെ, എന്നാ തന്റെ കൈ മുറിഞ്ഞായിരുന്നല്ലോ, ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. താൻ ഓക്കെ അല്ലേ? അതിനിത്ര മസില് പിടിക്കുന്ന എന്നാത്തിനാ? ആണുങ്ങളായ ഒരു പ്രശ്നം വന്ന മുമ്പിലെ കാണാണ്ട്, അല്ലാതെ ബാക്കി പോയി നിൽക്കുകയല്ല. ആദ്യം പോയി കുറച്ച് ബോൾഡ് ആവാൻ നോക്ക്. എപ്പോഴും കൂടെ ആള് കാണണമെന്നില്ല. നാളെ നിനക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നെങ്കിൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യാൻ? എന്തിനാ വന്നേ? ഇത് തരാൻ. ഇങ്ങതാ മോൻ ചെല്ല്. പൊക്കോളാൻ. ഇതെന്നാ ഒരു കാട്ടാളൻ എന്റെ ദൈവമേ. അവനെന്തിനാടാ വന്ന്? എനിക്കറിയില്ല. അതിന് നീ മുഖം കയറ്റി പിടിച്ചോണ്ട് ഇങ്ങനെ നിക്കണ അതിനകത്തിനാ? എല്ലാണ പൊക്കോണം എന്റെ അടുത്ത്. എനിക്കിതെന്നാ ചെക്ക ഭ്രാന്തായോ? മിനിറ്റിന് നിറം മാറാൻ നീ ആരാ ഊന്തോ? ആരും പറയടാ, എന്നാലും എന്നെ അറിയാൻ പറ്റും. ഇന്ന് അത്രയും വലിയ പ്രശ്നം അവിടെ ഉണ്ടായി. അവനെയും കൂടി എന്നാണ് അവന്മാര് ചവിട്ടിക്കൂട്ടാൻ തുടങ്ങിയത്. എന്നിട്ട് അവൻ എന്നാ ചെയ്തേ? എന്നാ ചെയ്തേ? അതിന് അവനൊന്നും ചെയ്തില്ലല്ലോ. ചെയ്തില്ല. അത് തന്നെ ഞാനും പറഞ്ഞേ, ഒന്നും ചെയ്തില്ല. ഒരു മൂലയ്ക്ക് അങ്ങ് നിന്നു. മൂലയ്ക്കല്ലല്ലോ, നടുക്കല്ലേ നിന്നേ. സോറി, യു കണ്ടിന്യൂ. എപ്പോഴും നമ്മൾ കാണുകടാ അവനൊക്കെ രക്ഷിക്കും. അവനല്ലേ അവനെ പ്രൊട്ടക്ട് ചെയ്യണ്ടേ? അല്ലേന്ന്. അതേടാ അതെ, നീ ഒന്ന് അടങ്ങടാ. എല്ലാരും നമ്മളെ പോലെ ആവണമെന്നുണ്ടോ? അവനെ ജിമ്മി അങ്ങനെയായിരിക്കും വളർത്തിയത്. ആ നാർക്കിട്ട് ആദ്യം കൊടുക്കണ്ട. അവന്റെ ഒരു വളർത്തല്. അവനിത് കേട്ടോണ്ട് വന്നാ നിനക്കിട്ട് കിട്ടും. അതൊക്കെ കഴിഞ്ഞില്ലേ? അതെ, പിന്നെ നമുക്ക് തിരിച്ചു പോവണ്ടേ? കിരൺ വിളിച്ചായിരുന്നു. അവനെ കൊണ്ട് എല്ലാം ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലെന്നാ പറയുന്നു. ഇവിടെ എല്ലാരോടും പറയണ്ടേ? എന്തേക്കാ? അതൊന്നും തീരുമാനിച്ചില്ല. ഇവിടെ പറയട്ടെ, എന്നിട്ട് നോക്കാം. എന്നാ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഞാൻ ഓർക്കുമായിരുന്നു, അവന്റെ ആ ട്വിൻ ബ്രദർ ഇല്ലേ വിക്കി, നമുക്ക് ഇവരെ അങ്ങ് സെറ്റാക്കിയാലോ? അതാവുമ്പോ കുഴപ്പമില്ലല്ലോ. ഇവർക്ക് രണ്ടിനും ഒരേ ഫേസ് കട്ട് തന്നെയല്ലേ? എങ്ങനെയുണ്ട്? സംഭവമൊക്കെ കൊള്ളാം. പക്ഷേ ഇവ സമ്മതിക്കോ? അല്ല, ഇവ സമ്മതിച്ചാലും അവൻ സമ്മതിക്കണ്ടേ? അവന് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലോ? അത് നമുക്ക് സെറ്റാക്കാം. അപ്പോ നാളെ മുതൽ നമ്മുടെ പുതിയ മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ.